ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുധപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 8 അധ്യായം 21 ഭഗവാൻ ബലി മഹാരാജാവിനെ ബന്ദിയാക്കുന്നു എന്ന അധ്യായത്തിന്റെ ശ്ലോകം 21 നോക്കാം. യോനോ ഭവായ പ്രകാശീത ഭവായ ദിവൗകസാം സായേവ ഭഗവാൻ അദ്യ വർത്തന്തേ ത്വദ്വിപര്യം. അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ പ്രതിനിധാനം ചെയ്യുന്ന പരമമായ കാലഘടകം മുമ്പ് നമുക്ക് അനുകൂലമായിരുന്നു, ദേവന്മാർക്ക് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ കാലഘടകം നമുക്ക് വിപരീതമാണ്. അപ്പോ ബലി മഹാരാജാവിനെ ബന്ദിയാക്കിയപ്പോ 3 അടി മണ്ണ് വരം ചോദിച്ച വാമനദേവന്റെ മുന്നിൽ സർവവും സമർപ്പിച്ച ബലി മഹാരാജാവ് ഇപ്പോൾ നിഷ്പ്രഭനായി നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സേനാ നായകന്മാരെല്ലാവരും വിഷ്ണു ഭഗവാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ ഭഗവാന്റെ അനുചരന്മാരുമായിട്ട് യുദ്ധത്തിൽ മുന്നേറുകയും ചെയ്യുന്ന സമയത്ത് ബലി മഹാരാജാവ് പറയാണ്, അല്ലയോ സഹചരന്മാരെ, നിങ്ങൾ ഇപ്പോൾ ഭഗവാനോട് വിഷ്ണുവിനോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് ശരിയല്ല. കാരണം നേരത്തെ ദേവന്മാർക്ക് അനുകൂലമായിരുന്ന സമയത്ത് നമ്മൾക്ക് പ്രതികൂലമായിട്ടാണ് ഭവിച്ചത്. ഇപ്പോൾ നമുക്ക് സമയം പ്രതികൂലമായി വന്നിരിക്കുന്നു. ഇപ്പോൾ ദേവന്മാർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ നമ്മൾ തോൽക്കാനേ നിർവാഹമുള്ളൂ. മാത്രമല്ല പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ പ്രതിനിധാനം ചെയ്യുന്ന കാലം ഭഗവാൻ തന്നെയാണ് കാലരൂപേണ വരുന്നത് എന്ന് ബലി മഹാരാജാവിന് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബലി മഹാരാജാവ് പറയാണ് തന്റെ അനുചരന്മാരോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. ശ്ലോകം 22 നോക്കാം. ബലേന സജീവൈർ ബുദ്ധ്യാ ദുർഗൈർ മന്ത്രൌഷധാദിഭി സമാധിഭീരുപായശ്ച കാലം നാത്യേതി വൈജന. അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ പ്രതിനിധാനം ചെയ്യുന്ന കാലഘടകത്തെ അതിജീവിക്കുവാൻ ഒരുവനും ഭൗതിക ശക്തിയാലോ മന്ത്രിമാരുടെ ഉപദേശത്താലോ ബുദ്ധി കൊണ്ടോ നയതന്ത്രം കൊണ്ടോ കോട്ടക്കൊത്തളങ്ങൾ കൊണ്ടോ നിഗൂഢ മന്ത്രതന്ത്രങ്ങളാലോ ഔഷധങ്ങളാലോ മറ്റേതെങ്കിലും വിധത്തിലോ സാധിക്കില്ല എന്ന പരമസത്യമാണ് ഇപ്പോൾ ബലി മഹാരാജാവ് തന്റെ അനുചരന്മാരോട് പറയുന്നത്. ഭഗവാനെ എതിർത്ത് തോൽപ്പിക്കാൻ ആരാലും സാധ്യമല്ല എന്നതാണ് വാസ്തവം. ശ്ലോകം 23 നോക്കാം. ഭഗവദ്ഭിർനിർജിതാഹേത്യേ ബഹു ശോച അനുചരാ ഹരേ ദേവീർധൈസ്തയേവാദ്യ യുധി ജിത്വാ നദന്തിന. അതായത് മുമ്പ് ഈശ്വര നിശ്ചയത്താൽ നിയോഗിക്കപ്പെട്ടിരുന്ന നിങ്ങൾ വിഷ്ണു ഭഗവാന്റെ ഇത്തരം ധാരാളം അനുയായികളെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതേ അനുയായികൾ നമ്മളെ പരാജയപ്പെടുത്തി സിംഹങ്ങളെ പോലെ ആഹ്ലാദ ഗർജനം മുഴക്കുന്നു. അപ്പോൾ ബലി മഹാരാജാവ് തന്റെ അനുയായികളോട് പറയാണ്, പണ്ട് ഭഗവാന്റെ നിശ്ചയത്താലാണ് നമുക്ക് ദേവന്മാരെ എല്ലാം തോൽപ്പിക്കാൻ സാധിച്ചത്, ഭഗവാന്റെ തന്നെ ഭക്തന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചത്. പക്ഷെ ഇപ്പോൾ അതേ അനുയായികൾ തിരിച്ച് അസുരന്മാരെ തോൽപ്പിച്ച് സിംഹ കാഹളം മുഴക്കുന്നത് കണ്ടില്ലേ? അല്ലെങ്കിൽ ഗർജനം പോലെ, സിംഹങ്ങൾ ഗർജിക്കുന്നത് പോലെ ഭഗവാന്റെ അനുചരന്മാർ നമ്മളെ തോൽപ്പിച്ച് അട്ടഹാസം മുഴക്കുന്നത് കാണുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് ഉത്തമം എന്നാണ് ബലി മഹാരാജാവ് തന്റെ അനുയായികളോട് പറയുന്നത്. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഭഗവത്ഗീത പരാജയത്തിന് അല്ലെങ്കിൽ വിജയത്തിന് 5 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1, ദൈവനിശ്ചയം. അതാണ് ഏറ്റവും ശക്തമായത്. നാച്ച ദൈവാത് പരംബലം. ഇത് തന്നെയാണ് ഏറ്റവും ശക്തിമത്തായ ദൈവനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരുവനും വിജയവും പരാജയവും സംഭവിക്കുകയുള്ളൂ.
മുമ്പ് ഈശ്വരവിധി തനിക്ക് അനുകൂലമായതുകൊണ്ടായിരുന്നു താൻ വിജയിച്ചതെന്ന രഹസ്യം ബലി മഹാരാജാവിന് അറിയാമായിരുന്നു. ഇപ്പോൾ അതേ ഈശ്വരവിധി തനിക്ക് അനുകൂലമല്ല. അതുകൊണ്ട് ജയിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവം തന്റെ അനുയായികളെ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് ബലി മഹാരാജാവ് വിലക്കുന്നു. ശ്ലോകം 24 നോക്കാം. ഏതാൻ വയം വിജയിഷ്യാമോ യദി ദൈവം പ്രസീദതി തസ്മാത് കാലം പ്രതീക്ഷത്വം യോനോ അർത്ഥത്വായ കൽപ്പതേ. അങ്ങനെ ഈശ്വര നിശ്ചയം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് വിജയം നേടാനാവില്ല. അതുകൊണ്ട് നാം അവരെ പരാജയപ്പെടുത്തുന്നത് സാധ്യമാകാൻ കാലം നമുക്ക് അനുകൂലമാകുന്നത് വരെ കാത്തിരിക്കണം. അങ്ങനെ ബലി മഹാരാജാവ് തന്റെ അനുയായികളോട് പറയാണ്. ശ്ലോകം 25 നോക്കാം. ശ്രീശുകവാച പത്യൂർ നിഗദിതം ശ്രുത്വാ ദൈത്യദാനവയൂഥപ രസാം നിർവിവിശൂരാജൻ വിഷ്ണു പാദാർഷദാഡിതാം. അതായത് ശ്രീ ശുകദേവ ഗോസ്വാമി പറയാണ്, തങ്ങളുടെ യജമാനനായ ബലി മഹാരാജാവിന്റെ ആജ്ഞയെ തുടർന്ന് വിഷ്ണുവിന്റെ സൈനികരാൽ തുരത്തപ്പെട്ട എല്ലാ അസുര മുഖ്യന്മാരും ദൈത്യന്മാരും പ്രപഞ്ചത്തിന്റെ അധമ മേഖലകളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാനോട് ഏറ്റുമുട്ടാൻ തയ്യാറായ അസുരന്മാരെ ബലി മഹാരാജാവ് നിരുത്സാഹപ്പെടുത്തുകയും അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പൊക്കോളാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അസുരന്മാരും ദൈത്യന്മാരുമെല്ലാം പ്രപഞ്ചത്തിന്റെ അധമ മേഖലകളിലേക്ക് പ്രവേശിച്ചതായി ഈ ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം 26 നോക്കാം. അത താർക്ഷ്യസുതോ ജ്ഞാത്വാ വിരാട് പ്രഭു ചികീർഷിതം ബബന്ധ ബാരുണൈ പാശേർ ബലിം സൂത്രിത്യേഹനീക്രതൗ. അനന്തരം യജ്ഞം പൂർത്തിയായ ശേഷം സോമരസം പാനം ചെയ്യുന്ന ദിവസം പക്ഷി രാജാവായ ഗരുഡൻ തന്റെ യജമാനന്റെ ഇംഗിതം മനസ്സിലാക്കി ബലി മഹാരാജാവിനെ വരുണ പാശത്താൽ ബന്ധിച്ചു. അങ്ങനെ ബലി മഹാരാജാവിന്റെ എല്ലാ സർവസ്വവും വാമനദേവന് അടിയറവ് വച്ച ബലി മഹാരാജാവിന്റെ അനുയായികളെല്ലാം അന്യ ദേശങ്ങളിലേക്ക് പോവുകയും അഥവാ മേഖലകളിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ഏകനായി നിൽക്കുന്ന ബലി മഹാരാജാവിനെ ഗരുഡൻ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ ബലി മഹാരാജാവിനെ വരുണപാശത്താൽ ബന്ധിച്ചതായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സന്തത സഹചാരിയായ ഗരുഡന് ഭഗവാന്റെ ഇംഗിതത്തിന്റെ ഗുഹ്യാംശം മനസ്സിലാക്കാൻ സാധിക്കും. ബലി മഹാരാജാവിന്റെ സഹിഷ്ണുതയും ഭക്തിയും നിസ്സന്ദേഹം പരമശ്രേഷ്ഠം തന്നെയായിരുന്നു. ബലി മഹാരാജാവിന്റെ സഹിഷ്ണുതയുടെ ഔന്നത്യം പ്രപഞ്ചത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗരുഡൻ അദ്ദേഹത്തെ ബന്ധിച്ചത്. ശ്ലോകം 27 നോക്കാം. ഹാഹാകാരോ മഹാനാസീദ് രോദസ്യോ സർവദോ ദിശം നിഗൃഹ്യമാണേ അസുരപദൗ വിഷ്ണുനാ പ്രഭ വിഷ്ണുനാ. അതായത് ബലി മഹാരാജാവ് അപ്രകാരം പരമശക്തനായ വിഷ്ണു ഭഗവാനാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ പ്രപഞ്ചത്തിലെ ഉന്നത അധമ ഗ്രഹ സംവിധാനങ്ങളിൽ ഉടനീളം എല്ലായിടത്തു നിന്നും എല്ലാ ദിക്കുകളിൽ നിന്നും ദുഃഖാർത്ഥമായ മഹാവിലാപങ്ങൾ ഉയർന്നു. അങ്ങനെ ബലി മഹാരാജാവ് ഏവർക്കും നല്ല മനുഷ്യനായിട്ടുള്ള രാജാവായിട്ടുള്ള നല്ലൊരു അസുരനായിരുന്നു. അപ്പോൾ ആ മഹാനായിട്ടുള്ള രാജാവിനെ പാശത്താൽ ബന്ധിക്കുന്ന കണ്ടപ്പോൾ മറ്റുള്ള ദിക്കുകളിൽ നിന്നും മറ്റുള്ള പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിന്നെല്ലാം വളരെ ദുഃഖം പ്രതിധ്വനിച്ചു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അത്രത്തോളം നല്ല ഒരു അസുര ചക്രവർത്തി ആയിരുന്നു മഹാബലി. ശ്ലോകം 28 നോക്കാം. തംബത്തംബാരുണൈ പാശേർ ഭഗവാനാഹ വാമന നഷ്ടശ്രിയം സ്ഥിരപ്രജ്ഞം ഉദാര യശസം നൃപ. അങ്ങനെ അല്ലയോ രാജാവേ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാമനദേവൻ അപ്പോൾ ഏറ്റവും ഉദാരമതിയും യശസ്വിയും വർണ്ണപാശത്താൽ ബന്ധിക്കപ്പെട്ടവനുമായ ബലി മഹാരാജാവിനോട് സംസാരിച്ചു. ശരീര തേജസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ബലി മഹാരാജാവ് അപ്പോഴും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു. അങ്ങനെ ഏകനായി നിൽക്കുന്ന ബലി മഹാരാജാവിന്റെ കാര്യം ശുകദേവ മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്. അല്ലയോ രാജാവേ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാമനദേവൻ അങ്ങനെ യശസ്വിയും വർണ്ണപാശത്താൽ ബന്ധിക്കപ്പെട്ടവനുമായ ബലി മഹാരാജാവിനോട് സംസാരിച്ചു എന്ന് പറയുന്നു. അതെന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ഈ ഭാവാർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരുവന്റെ സർവ്വസമ്പത്തുകളും നഷ്ടപ്പെടുമ്പോൾ നിശ്ചയമായും അവന്റെ ശരീര തേജസ് മങ്ങിപ്പോകുന്നു. ബലി മഹാരാജാവ് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും വാമനദേവനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തനാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അത്തരമൊരു വ്യക്തിയെ ഭഗവത്ഗീത സ്ഥിതപ്രജ്ഞൻ എന്നാണ് വിളിക്കുക.
മായാശക്തി നൽകുന്ന എന്തെല്ലാം ക്ലേശങ്ങളും വിഘാതങ്ങളും ഉണ്ടായാലും ഒരു പരിശുദ്ധ ഭക്തൻ ഭഗവാന്റെ സേവനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുന്നില്ല. സമ്പത്തും ഐശ്വര്യവുമുള്ള ആളുകൾ പൊതുവെ പ്രശസ്തരായിരിക്കും. ബലി മഹാരാജാവ് പക്ഷേ സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് എല്ലാ കാലത്തും പ്രശസ്തനായിരിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തന്മാരോടുള്ള പ്രത്യേക കാരുണ്യമാണിത്. ഭഗവാൻ പറയുന്നു, യസ്യാഹം അനുഗൃണാമി ഹരിഷ്യേ തത് ധനം ശനൈ. ഭഗവാൻ തന്റെ പ്രത്യേക അനുഗ്രഹത്തിന്റെ പ്രഥമ ഗഡു എന്ന നിലയിൽ തന്റെ ഭക്തന്റെ സർവ്വ സമ്പത്തുകളും എടുത്തു കളയുന്നു. എന്നിരുന്നാലും ഒരു ഭക്തൻ ആ നഷ്ടത്തിൽ ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. അവൻ അവന്റെ സേവനം തുടരുകയും ഭഗവാൻ അവന് ഏതൊരു സാധാരണ മനുഷ്യന്റെയും എല്ലാ പ്രതീക്ഷകൾക്കും ഉപരിയിലുള്ള പ്രതിഫലം സമൃദ്ധമായി നൽകുകയും ചെയ്യുന്നു. അപ്രകാരം ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും കവർന്നെടുത്തതായിട്ട് നമുക്ക് തോന്നുന്നു എങ്കിലും ബലി മഹാരാജാവിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഭഗവാൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്രകാരം ബലി മഹാരാജാവിനെ സുതല പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ ചക്രവർത്തിയായി അവരോധിക്കാനാണ് ഭഗവാൻ തീരുമാനിച്ചത് എന്ന് വരുന്ന ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹരിബോൾ, ഹരേ കൃഷ്ണ. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൾ, ഹരേ കൃഷ്ണ. താങ്ക് യു.